ഹായ് നമസ്കാരം, ഞാൻ ഔഷാദ് ഇബ്രാഹിം. കാലക്രമേണ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട് നിരന്തരം ഡയാലിസിസിലൂടെയോ കിഡ്നി റീപ്ലാന്റേഷനിലൂടെയോ മാത്രം ജീവൻ നിലനിർത്തേണ്ടി വരുന്ന സാഹചര്യത്തെയാണ് CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. രക്തത്തിലെ അധിക ദ്രാവകങ്ങളും മാലിന്യങ്ങളും മരിച്ചുമാറ്റുന്നതും ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതും ചുവന്ന രക്താണുക്കൾക്ക് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലുമൊക്കെ വൃക്കകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. വൃക്കകളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകുമ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങളും ദ്രാവകങ്ങളും അടിഞ്ഞുകൂടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നു. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങളൊന്നും കാണുകയുമില്ല. രോഗം കൂടുന്നതിനനുസരിച്ച് കാലുകളിലെ വീക്കം, ക്ഷീണം, വിശപ്പില്ലായ്മ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കുന്ന ഇടവേളകളിലെ വ്യത്യാസം എന്നിവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, വൃക്കകൾക്കുള്ളിലെ അരിപ്പുകളിൽ വീക്കമുണ്ടാക്കുന്ന ഗ്ലൂമെറുലോനെഫ്രൈറ്റിസ്, ജനറ്റിക് ഡിസോർഡറിലൂടെ കിഡ്നിക്കുള്ളിലുണ്ടാവുന്ന നിരവധി മുഴകൾ, മൂത്രത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വൃക്കയിലെ കല്ലുകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, നിരന്തരം വൃക്കകളിൽ ഉണ്ടാവുന്ന അണുബാധ അഥവാ പൈലോനെഫ്രൈറ്റിസ്, വൃക്കകൾ ഉൾപ്പെടെ ശരീരഭാഗങ്ങളിൽ വീക്കമുണ്ടാക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തുടങ്ങി മൂത്രനാളിയിലെ അണുബാധകളും നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളുടെ ദീർഘനാളത്തെ ഉപയോഗവുമെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസിനുള്ള കാരണങ്ങളാണ്. വൃക്കകളുടെ പ്രവർത്തനങ്ങൾ പതിവായി നിരീക്ഷിക്കുകയും വൃക്കകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതശൈലി നിലനിർത്തുകയും നിരന്തരം വൈദ്യപരിശോധനയിലൂടെ വൃക്കകളുടെ ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് വൃക്കരോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു പരിധിവരെ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ. ഞാൻ ഔഷാദ് ഇബ്രാഹിം. താങ്ക് യു.